അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നലെ വീട്ടിലുണ്ടായ ഒരു ഈവനിങ് പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നു എന്ന് പറയുമ്പം എന്തായാലും വൈകുന്നേരം ചായക്കാണ് അവരെത്തുക. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്നാകുമ്പോൾ ഒരു ലിസ്റ്റ് ഇടാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളത് ഉണ്ടാക്കണം. അങ്ങനെ ഒരു 5-6 മാതിരി കടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ സ്ഥിരം ഇറച്ചിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്പൈസി ചിക്കൻ മക്രോണിയാണ്. ഞാൻ മക്രോണിയുടെ 2-3 വീഡിയോസ് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് വെജിറ്റബിൾ കട്ട്ലറ്റ്. വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ 2-3 ടൈപ്സ് തന്നെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചിക്കൻ സ്പോഞ്ചി കേക്കാണ്, സ്പൈസി ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു റെസിപ്പിയും ഞാൻ വീഡിയോയിൽ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് തന്നെയാണ്. ബ്രെഡ് ഡിസ്ക് ഞാൻ ഇതിന് മുമ്പ് റമദാൻ്റെ വീഡിയോസിൽ ഏതോ ഒന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഡിസ്ക് എന്ന് പറയാൻ സ്ക്വയർ ആയിട്ടാണുള്ളത്, റൗണ്ട് ആയിട്ടല്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് ബ്രെഡ് ആയതുകൊണ്ട് അതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാണ്ട് ആ സ്ക്വയറിൽ തന്നെ വെച്ചിട്ട് മസാല ഫിൽ ചെയ്തതാണ്. പിന്നെ സ്വീറ്റായിട്ട് ഉണ്ടാക്കിയത് തരി നുള്ളി പൊരിച്ചത്, അതായത് റവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. മാഹി തലശ്ശേരിക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത. അത്രയും ടേസ്റ്റിയാണ്. തരി നുള്ളി പൊരിച്ചതെന്നാണ് ഇതിനെ പറയുക. റവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഈ ഒരു റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാം. അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക്, സ്വീറ്റാണ്. എന്നാലും ആ ഒരു സ്വീറ്റിനെ ബാലൻസ് ചെയ്യാൻ എപ്പോഴും കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ റവ അളക്കുന്ന ഏതാണോ കപ്പ്, ആ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും കൂടെ ഉടച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ മുട്ടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. എല്ലാം ആ തരിയിലേക്കൊന്ന് മിക്സ് ആവുന്നത് വരെ കൈകൊണ്ട് ഞമണ്ടി കുഴച്ചെടുക്കണം. പിന്നെ ഇത് കുഴച്ചെടുക്കുക എന്ന് പറയുമ്പം പഞ്ചസാര ഒരുപാട് മെൽറ്റ് ആകുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കണ്ട. എല്ലാം ഒന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. അപ്പം ഞാനിപ്പം റവയല്ല, എന്തായാലും ഇത് വെള്ളം കുടിക്കുന്നൊരു സാധനം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിൽ പഞ്ചസാര ഒരുപാട് മെൽറ്റായി പോയാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിപ്പം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നുള്ളി നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുക. കുറച്ച് കുറച്ചായിട്ട് അങ്ങ് നമ്മൾ പക്കവടയൊക്കെ പൊരിക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരുപാട് മെൽറ്റായി കഴിഞ്ഞാൽ ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പം ഇതങ്ങ് പിരിഞ്ഞു പോകും. അപ്പം ശരിക്കുള്ള ആ ഒരു ബോളായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാടങ്ങ് പഞ്ചസാര മെൽറ്റാകുന്നത് വരെ നമ്മളിത് അടിച്ചെടുക്കണ്ട. അങ്ങനെ ഇതെല്ലാം മിക്സാക്കിയ ശേഷം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ റവയാണല്ലോ, അപ്പോൾ ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൂടെ നോക്കിയിട്ട് വേണം നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ. ഇതിപ്പം ഏകദേശം ഒന്ന് ലൂസായിട്ടുണ്ട്, പഞ്ചസാര ഒന്നുകൂടെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം മൈദ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ തരി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് മാത്രം മൈദ ചേർത്ത് കൊടുത്താൽ മതി. അത് ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, നല്ലൊരു കൺസിസ്റ്റൻസി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല. അങ്ങനെ നമ്മുടെ കൂട്ടിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം എണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുറച്ചായിട്ട് നുള്ളി ഇട്ട് കൊടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അപ്പം എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പം കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നുള്ളി നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ തരി നുള്ളി ഇട്ടത് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. തിന്ന് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും തിന്നണം എന്ന് തോന്നുന്ന ഒരു സ്നാക്കാണ്. ഇപ്പം കണ്ടോ, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരി വേറെ തന്നെ നിൽക്കുന്നത് കാണാം. അപ്പം കൂട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങനെ അങ്ങ് എണ്ണയിൽ പടർന്നങ്ങ് പോവും. അങ്ങനെ ഒരു നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബോൾ പോലെ ആയിട്ട് കിട്ടൂല. അപ്പം അതിൻ്റെ കൂട്ടാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അളവും കൂട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്ക് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാനിപ്പം ഈ ഒരു ചീനച്ചട്ടിയിൽ പറ്റുന്നത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. കാരണം ഇത് പുറം ഭാഗം പെട്ടെന്നങ്ങ് കളറായി പോകും, ഉൾഭാഗം വേവാണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ അങ്ങ് ചുറ്റിച്ചു കൊടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എണ്ണയിലിട്ടിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം മാത്രം നമ്മളിത് കയ്യിൽ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം ഇടയ്ക്കിടയ്ക്കൊന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു അപ്പക്കാരം ഇട്ടത് കൊണ്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം അടിഭാഗം ചെറുതായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇത് കളറൊന്ന് മാറി വരുന്നു കാണുമ്പം ഇങ്ങനെ എണ്ണയിൽ തന്നെ വെച്ചിരിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഭാഗം മാത്രം കരിഞ്ഞിട്ട് കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടിത് എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഉൾഭാഗവും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തരി കൊണ്ട് തന്നെ, അതായത് റവ കൊണ്ട് തന്നെ വെട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വെട്ട് കേക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്, കുറേ ആൾ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷനാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് തരി നുള്ളിയിട്ടത് എന്ന് പറയുന്നത്. അത് നല്ലൊരു ടൈറ്റായിട്ട് മാവായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് പിന്നെ അങ്ങനെയൊന്നും വെക്കണമെന്നില്ല, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഞാനിപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പം ഏറ്റവും ടേസ്റ്റ് ഇതൊക്കെ തിന്നാൻ ചൂടാറിയതിന് ശേഷമാണ് തിന്നാൻ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് പുറത്ത് വെച്ചാലും അങ്ങനെ 2 ദിവസമൊന്നും വെച്ചാലും കേടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഈ ഒരു റെസിപ്പി കൂടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ മാഹി തലശ്ശേരിക്കാരോടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇവരുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്, ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം ഇതിനു മുമ്പ് ഉണ്ടാക്കിയവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കാത്തവർ ഈ ഒരു റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. പുറം ഭാഗം നല്ല ക്രഞ്ചിയും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി സ്നാക്കാണിത്. പിന്നെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്കും ഇഷ്ടമാവും, കാരണം ആ ഒരു റവൻ്റെ ആ ഒരു ക്രിസ്പിയും ക്രഞ്ചിയും സോഫ്റ്റും ഒക്കെ കൂടെ ഉണ്ട് ഈ ഒരു സ്നാക്കിന്. ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും റെസിപ്പീസ് ഓൾറെഡി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. പോസ്റ്റ് ചെയ്യാത്തത് ഈ ഒരു മക്രോണീൻ്റെ വീഡിയോ മാത്രമാണ്. ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ മക്രോണീൻ്റെ വീഡിയോ മാത്രമാണ്. അത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. പുതിയൊരു റെസിപ്പിയുമായി നമുക്കിനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൻ. അപ്പം മക്രോണിയുടെ റെസിപ്പി നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.